ഹായ്, ഐ എം ബിജു എസ് നായർ, ഫോമർ ഓഫീസർ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. എന്റെ കറണ്ട് അഫയേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പറിന്റെ ഫ്രണ്ട് പേജ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ആദ്യത്തെ ന്യൂസ് കൊൽക്കത്തയിലെ ഡോക്ടേഴ്സിന്റെ സ്ട്രൈക്കിനെ കുറിച്ചാണ്. അത് എല്ലാ ദിവസവും ഉള്ള ന്യൂസ് തന്നെയാണ്. അതിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പക്ഷേ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് ഫ്രണ്ട് പേജിലുണ്ട്. അത് യൂണിയൻ ഗവൺമെന്റിന്റെ ഒരു പുതിയ സ്കീമാണ്. സെൻട്രൽ ഗവൺമെന്റ് ഇന്നലെ അനൗൺസ് ചെയ്തൊരു പുതിയ സ്കീമാണ്. അതായത് 70 വയസ്സിന് മുകളിലുള്ള സീനിയർ സിറ്റിസൺസ് അവർക്ക് ഉപയോഗം ഉണ്ടാവുന്ന ഒരു സ്കീം. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന എന്നുള്ള സ്കീം, ആയുഷ്മാൻ ഭാരത് എന്ന് തന്നെ പറയാം. പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന അല്ലെങ്കിൽ ആയുഷ്മാൻ ഭാരത്, ഈ സ്കീമിന്റെ അണ്ടറിൽ ഏതാണ്ട് 55 കോടിയോളം ആൾക്കാർക്ക് ഒരു വർഷം 5 ലക്ഷം രൂപയുടെ ട്രീറ്റ്മെന്റ് കിട്ടുന്നുണ്ട്. ഒരു വർഷം 5 ലക്ഷം രൂപയുടെ ട്രീറ്റ്മെന്റ് ഫ്രീ ഓഫ് കോസ്റ്റ്, സെക്കൻഡറി ആൻഡ് ടേർഷറി ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽസിൽ അഡ്മിറ്റഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ, ഏറ്റവും മികച്ച ഹോസ്പിറ്റൽസിൽ പോയി ട്രീറ്റ് ചെയ്യാം. അപ്പോൾ ഈ കാർഡ്, പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയുടെ അണ്ടറിൽ ആയുഷ്മാൻ ഭാരത് കാർഡുകൾ ഉണ്ടെങ്കിൽ 5 ലക്ഷം രൂപ വരെ BPL ഫാമിലീസിനാണ് അത് കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇന്നലെ അവരൊരു ചേഞ്ച് വരുത്തി. BJPയുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോയിലെ ഒരു ഐറ്റം ആയിരുന്നു 70 വയസ്സിന് മുകളിലുള്ള എല്ലാ സീനിയർ സിറ്റിസൺസിനും ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ ഇൻകം സ്റ്റാറ്റസ്, whether they are a salaried employee or they are a taxpayer, they will get this പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന എൻടൈറ്റിൽമെന്റ്. ഇപ്പോൾ 70 വയസ്സിൽ കൂടുതലുള്ള എല്ലാ ആൾക്കാർക്കും അവരുടെ വരുമാനമോ അവർ APL ആണോ BPL ആണോ എന്നുള്ളത് ഒന്നും പരിശോധിക്കാതെ പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന എന്ന് പറഞ്ഞ ലോകത്തിലെ ഏറ്റവും വലിയ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം, വേൾഡിലെ ബിഗ്ഗസ്റ്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമാണ്. ഗവൺമെന്റ് സ്പോൺസേഡ്, അതുകൂടെ പറയണം. വേൾഡ് പ്രൈവറ്റ് ഇതിനേക്കാളും വലിയ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമുകളുണ്ട്. ഗവൺമെന്റ് സ്പോൺസേഡ് ആയിട്ടുള്ള ഏറ്റവും വലിയ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമാണ് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. അതിൽ ഇനി മുതൽ 70 വയസ്സിൽ മുകളിലുള്ള ആൾക്കാർക്ക് 5 ലക്ഷം രൂപയുടെ ഹെൽത്ത് ഇൻഷുറൻസ്. അത് പണ്ടുകൊണ്ട്, പക്ഷെ ഇപ്പോ എന്ന് വെച്ചാൽ ഇൻകം ലിമിറ്റ് എടുത്തു കളഞ്ഞു, 70 വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രം. സിദ്ധരാമയ്യ അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഇവിടെ കാണാം. കർണാടകത്തിന്റെ ചീഫ് മിനിസ്റ്റർ. താഴോട്ട് വരുമ്പോ ഇതൊക്കെ ആവശ്യമില്ലാത്ത ന്യൂസുകളാണ്. പിന്നെ ഡ്രഗ്സ് ബോഡി റീകോൾസ് നോട്ട് ഫോർ ഐ ഡ്രോപ്സ് ഓവർ ഫാൾസ് ക്ലെയിംസ് എന്നൊക്കെ ന്യൂസ് ഉണ്ട്. ഇന്ത്യയുടെ ഡ്രഗ്സ് ബോഡികളിൽ ഒരെണ്ണം പ്രധാനപ്പെട്ടതാണ് CDSCO ആണ്. മരുന്നുകളുടെ റെഗുലേറ്റർ ആണ് CDSCO. CDSCO എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ. CDSCO, സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ, CDSCO. നെക്സ്റ്റ് പേജിൽ പോകുമ്പോ ഹിമാചൽ പ്രദേശിലെ ഒരു വിഷയത്തിനെ കുറിച്ച് അതിൽ പറയുന്നുണ്ട്. ഹിമാചൽ പ്രദേശ് കോൺഗ്രസ് ഭരിക്കുന്ന നോർത്ത് ഇന്ത്യയിലെ ഒരേ ഒരു സ്റ്റേറ്റ് ആണ് ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശിന്റെ ചീഫ് മിനിസ്റ്റർ നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ്, സുഖ്വീന്ദർ സിംഗ് സുഖു ആണ്. സുഖ്വീന്ദർ സിംഗ് സുഖു അല്ലെ? സുഖ്വീന്ദർ സിംഗ് സുഖു. പിന്നീട് താഴോട്ട് വരുമ്പോ നമുക്ക് ആവശ്യമുള്ള ന്യൂസുകൾ. എവിക്ഷൻ ബൈ റെയിൽവേസ് ഇൻ ഹൽദ്വാനി. SC gives ഉത്തരാഖണ്ഡ് ഗവൺമെന്റ് 2 months to finalize rehabilitation. ഇത് ഇടയ്ക്ക് വെച്ചൊരു നാഷണൽ ന്യൂസ് ആയ ഒരു സംഭവമാണ്. ഹൽദ്വാനി എന്ന് പറയുന്ന സ്ഥലത്ത് റെയിൽവേ പുറമ്പോക്ക് കയ്യേറി ഒരുപാട് ഫാമിലികൾ താമസിച്ചു വർഷങ്ങളായിട്ട്. റെയിൽവേ അത് കണ്ണടച്ചു. അവസാനം ഇപ്പൊ റെയിൽവേക്ക് ഇവിടെ വികസനം നടത്തേണ്ട ആവശ്യം വന്ന ഇവരെല്ലാരെയും ഇറക്കി വിടാൻ തുടങ്ങി. അപ്പൊ അതിൽ സുപ്രീം കോടതി ഇടപെട്ടു. ഇറക്കി വിടുമ്പോ അവര് ഇല്ലീഗലി തന്നെയാണ് താമസിച്ചത് ആ ലാൻഡിൽ, പക്ഷെ അവര് എങ്ങോട്ട് പോകും എന്നുള്ള പ്രശ്നം വന്നപ്പോ സുപ്രീം കോടതി അത് ഇടപെട്ടിട്ട് ഇത് ഉത്തരാഖണ്ഡിലാണ് ഹൽദ്വാനി എന്ന് പറയുന്ന സ്ഥലം. അപ്പൊ ഉത്തരാഖണ്ഡിലെ ഗവൺമെന്റിനോട് പറഞ്ഞു അവര് മറ്റൊരു സ്ഥലം കണ്ടെത്തി അവിടെ റീഹാബിലിറ്റേറ്റ് ചെയ്യണമെന്ന്. ഉത്തരാഖണ്ഡ് ഭരിക്കുന്ന BJP ആണ്. ഉത്തരാഖണ്ഡിന്റെ ചീഫ് മിനിസ്റ്ററിന്റെ പേര് പുഷ്കർ സിംഗ് ധാമി എന്നാണ്. പുഷ്കർ സിംഗ് ധാമി. പിന്നെ അവിടെ വേറൊന്നും അവിടെ പറയാനില്ല. അതിനടുത്ത പേജിൽ പോകുമ്പോ എഡിറ്റോറിയൽസ് ആണ്. ഫസ്റ്റ് എഡിറ്റോറിയൽ നമുക്കൊന്ന് നോക്കാം. പബ്ലിക് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞ എഡിറ്റോറിയലാണ് ഫസ്റ്റ് എഡിറ്റോറിയൽ. അത് PAC യെ കുറിച്ചാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ് നിങ്ങളുടെ പറഞ്ഞാണ് PAC എന്താണെന്ന്. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി എന്ന് പറയുന്നത് CAG നടത്തുന്ന ഓഡിറ്റിംഗ് റിപ്പോർട്ടുകളൊക്കെ പരിശോധിക്കുന്ന പാർലമെന്ററി കമ്മിറ്റിയാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി. ഈ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ വേറൊരു പ്രത്യേകത, എപ്പോഴും മെയിൻ ഒപ്പോസിഷൻ പാർട്ടിയുടെ ലീഡർ ആയിരിക്കും പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചീഫ് എന്ന് പറയുന്നത്. ഇപ്പൊ മെയിൻ ഒപ്പോസിഷൻ പാർട്ടി കോൺഗ്രസ് ആണ്. ആ കോൺഗ്രസിന്റെ ലീഡറായ KC വേണുഗോപാൽ എന്ന് പറഞ്ഞ മലയാളി MP, ആലപ്പുഴക്കാരൻ, ആലപ്പുഴയിലെ MP ആണ് KC വേണുഗോപാൽ. അദ്ദേഹമാണ് PAC പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചീഫ്. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് BJPക്ക് പാർലമെന്റിൽ ബ്രൂട്ടൽ മെജോറിറ്റി ഉള്ളത് കൊണ്ട് തന്നെ പാർലമെന്ററി കമ്മിറ്റീസിനൊന്നും അവർ മൈൻഡ് ചെയ്തില്ല.
പക്ഷെ ഇപ്പൊ നമുക്കറിയാം BJPക്ക് ആ മെജോറിറ്റി നഷ്ടപ്പെട്ടു. ഇപ്പൊ അവര് ഭരിക്കുന്നത് തന്നെ തെലുഗുദേശം പാർട്ടി എന്ന ചന്ദ്രബാബു നായിഡുവിന്റെ പാർട്ടിയെയും അതുപോലെ ബീഹാറിലെ ഭരിക്കുന്ന ജനതാദൾ യുണൈറ്റഡ് നിതീഷ് കുമാറിന്റെ പാർട്ടിയൊക്കെ ഡിപ്പെൻഡ് ചെയ്താണ്. അതുകൊണ്ട് തന്നെ ഈ പാർലമെന്ററി കമ്മിറ്റീസിന് അതിന്റെ പ്രാധാന്യം വീണ്ടും തിരിച്ചു വരികയാണ്. അപ്പൊ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി PAC ഇപ്പോ പരിശോധിക്കാൻ വേണ്ടി 5 സംഭവങ്ങൾ തെരഞ്ഞെടുത്തേക്കാണ്. അതെ, റിഫോംസ് ഇൻ ദ ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് സെക്ടർ, റിവ്യൂ ഓഫ് ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് സെൻട്രലി സ്പോൺസർഡ് വെൽഫെയർ സ്കീംസ്, പോളിസി മെഷേഴ്സ് underway for transition in the energy sector, performance review of regulatory bodies established by the acts of parliament, അതിൽ സെബിയും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് വരും, and the levy and regulation of fees, tariffs, user charges on public infrastructure and other public utilities. ഇങ്ങനെ 5 സബ്ജക്റ്റുകൾ CAG റിവ്യൂ ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുകയാണ്. പക്ഷേ CAGയുടെ ഇന്റന്റ് ഒരുപക്ഷെ നല്ലതാണെങ്കിലും ഇതിൽ ഒരുപാട് പൊളിറ്റിക്സ് ഒക്കെ ഇൻവോൾവ് ആയതുകൊണ്ട് തന്നെ പൊളിറ്റിക്കൽ ഓവർടോൺസ് അതിൽ വരാൻ സാധ്യതയുണ്ട്. അത് BJP ഒരിക്കലും അംഗീകരിക്കാൻ സാധ്യതയില്ല. കാര്യം ഇതിന്റെ ചീഫ്, പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചീഫ് എപ്പോഴും ഓപ്പോസിഷൻ പാർട്ടി എന്നുള്ള ആളാണെന്നേ ഉള്ളൂ, KC വേണുഗോപാലാണ് അപ്പം. പക്ഷേ ഈ PAC പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിൽ മൊത്തം മെമ്പേഴ്സിന്റെ എണ്ണം 22 ആണ്. അറിഞ്ഞിരിക്കണം, പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കുക. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പാർലമെന്ററി കമ്മിറ്റിയാണ് PAC പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി. അതിൽ മൊത്തം എത്ര മെമ്പേഴ്സ് ആണ് ഉള്ളതെന്ന് ചില എക്സാംസിന് ചോദിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. PAC പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ മൊത്തം മെമ്പേഴ്സിന്റെ എണ്ണം 22, ചെയർമാൻ KC വേണുഗോപാൽ. പക്ഷേ പ്രോബ്ലം എന്താണെന്ന് അറിയാമോ? ഇതിൽ 13 MP-മാരും BJP-കാരാണ്, ബാക്കി 9 MP-മാരെയുള്ള ഓപ്പോസിഷന്. അപ്പൊ അവിടെ മെജോറിറ്റി റൂളിംഗ് പാർട്ടിയായ BJP ആയതുകൊണ്ട് തന്നെ ഒബ്വിയസ്ലി ചെയർമാൻ കോൺഗ്രസ് ആയിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാര്യം അവരുടെ താല്പര്യങ്ങൾ അനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോവുള്ളൂ. അപ്പം ഇത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങൾ അവർ പരിശോധിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, CAG കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ആണ്. ഇന്ത്യയിലെ എല്ലാ പബ്ലിക് എക്സ്പെൻഡിച്ചറിനെ കുറിച്ചും ഓഡിറ്റിംഗ് നടത്തുന്നത്. സെൻട്രൽ ഗവൺമെന്റിന്റെ ഫിനാൻസസ് പല ഡിപ്പാർട്ട്മെന്റുകൾ വഴി ചെലവായിക്കൊണ്ടിരിക്കുകയാണ്. ആ ഡിപ്പാർട്ട്മെന്റുകൾ പ്രോപ്പറായിട്ട് കറപ്ഷൻ ഒന്നും ഇല്ലാതെയാണ് ഈ ഫണ്ടിങ് ചെലവാക്കുന്നത് എന്നൊക്കെ ഓഡിറ്റിംഗ് നടത്തുക എന്നുള്ളതാണ് CAGയുടെ ജോലി. CAG കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയുടെ ജോലി. അതിന്റെ ഇപ്പോഴത്തെ CAG ഞാൻ കഴിഞ്ഞ ക്ലാസ് നിങ്ങളുടെ പറഞ്ഞാണ്, ഗിരീഷ് ചന്ദ്ര മർമുവാണ് ഇപ്പോഴത്തെ CAG. ഹി ഈസ് ദ ഫസ്റ്റ് ട്രൈബൽ CAG ഓഫ് ഇന്ത്യ എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ആ CAG ഒരുപാട് റിപ്പോർട്ട്സ് ഉണ്ടാക്കാറുണ്ട്. എല്ലാ റിപ്പോർട്ടും, ഓൾ ഇറ്റ്സ് റിപ്പോർട്ട്സ് ആർ സെന്റ് ടു ദ PAC, വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ആൻഡ് മോസ്റ്റ് സിഗ്നിഫിക്കന്റ് പാർലമെന്ററി പാനൽസ്. അപ്പം ഒരുപാട് അലിഗേഷൻസ് ഇപ്പോ സെബിയുടെ ചീഫായ, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ ചീഫായ മാധബി പുരി ബുച്ചിനും അതുപോലെ ഗൗതം അദാനിക്കും ഒക്കെ എഗെയിൻസ്റ്റ് ആയിട്ടുണ്ട്. അപ്പം പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി വളരെ വ്യക്തമായിട്ടുള്ളൊരു ഗൈഡ് ലൈൻ, വളരെ വ്യക്തമായിട്ടുള്ള വിഷനോടുകൂടി അവരവരുടെ ജോലി ചെയ്താൽ ഇതൊക്കെ, ഇതില് അലിഗേഷൻസ് ആണ്, ഇത് സത്യമാണെന്ന് അറിഞ്ഞുകൂടാ. അപ്പൊ അതൊക്കെ പുറത്തു കൊണ്ടുവരാൻ അവർക്ക് കഴിയും. പക്ഷേ അവസാനം അവർ പറയുന്നുണ്ട്, ഈ പാർലമെന്ററി കമ്മിറ്റിയിലും മെജോറിറ്റി BJPക്കാണ്. 22 മെമ്പേഴ്സിൽ 13 BJPക്കാരാണ്. അതുകൊണ്ട് തന്നെ അത് എത്രത്തോളം പ്രാവർത്തികമാകുന്നുള്ള കാര്യത്തിൽ സംശയം ഉണ്ട് എന്നാണ്. ഇതാണ് ഫസ്റ്റ് എഡിറ്റോറിയൽ. സെക്കൻഡ് എഡിറ്റോറിയൽ, വൺ മാൻ റൂൾ എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്. സെക്കൻഡ് എഡിറ്റോറിയൽ, വൺ മാൻ റൂൾ എന്ന് പറയുന്ന എഡിറ്റോറിയൽ ഇന്ത്യയെ കുറിച്ചല്ല, ഇതൊരു ഇന്റർനാഷണൽ വിഷയമാണ്. വെനിസ്വേല എന്ന് പറയുന്ന രാജ്യം, കഴിഞ്ഞ കുറെ കാലമായിട്ട് എന്റെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകൾ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കറിയാം, വെനിസ്വേല എന്ന് പറയുന്ന കൺട്രിയിലെ പ്രോബ്ലംസിനെ കുറിച്ച് നമ്മൾ കുറെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. വെനിസ്വേല ഈസ് എ സൗത്ത് അമേരിക്കൻ നേഷൻ. വെനിസ്വേല ഈസ് എ സൗത്ത് അമേരിക്കൻ നേഷൻ. അതിന്റെ ക്യാപിറ്റൽ കരാക്കസ് ആണ്. കരാക്കസ് ആണ് വെനിസ്വേലയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. വെനിസ്വേല വർഷങ്ങളോളം അല്ലെങ്കിൽ ഡെക്കേഡ്സ് ടുഗദർ ആയിട്ട് കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ ലെഫ്റ്റിസ്റ്റ് റൂളിലാണ്, ഇടതുപക്ഷമാണ് ഭരിക്കുന്നത്. അവിടുത്തെ ഏറ്റവും വലിയ ഇടതുപക്ഷക്കാരനായിരുന്നു ഫിഡൽ കാസ്ട്രോയുടെയും അതുപോലെ മെയിൻലി ഫിഡൽ കാസ്ട്രോയുടെ ഒക്കെ വലിയ സുഹൃത്തായിരുന്ന ഹ്യൂഗോ ഷാവേസ്. ഈ ഹ്യൂഗോ ഷാവേസ് ക്യാൻസർ വന്ന് പെട്ടെന്ന് മരിച്ചുപോയാണ്. അങ്ങനെയാണ് വെനിസ്വേലയിൽ നിക്കോളാസ് മഡൂരോ അവിടുത്തെ പ്രസിഡന്റ് ആവുന്ന, നിക്കോളാസ് മഡൂരോ. പക്ഷെ ഈ നിക്കോളാസ് മഡൂരോ പെട്ടെന്ന് തന്നെ അവിടെ വളരെ അൺപോപ്പുലർ ആവുകയാണ്. പക്ഷെ അതിന്റെ ബാക്കിൽ വെസ്റ്റേൺ കൺട്രീസിന് താല്പര്യങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം വ്യക്തമാണ്. അതിൻ്റെ അകത്ത് പറയുന്നില്ല. വെസ്റ്റേൺ കൺട്രീസിന്റെ താല്പര്യങ്ങൾ അതിന്റെ ബാക്കിലുണ്ട്. അതായത് അമേരിക്കയൊക്കെ കയറി കളിച്ചോളാം. ഹ്യൂഗോ ഷാവേസിന്റെ കാലഘട്ടത്തിൽ കളിക്കാൻ പറ്റൂലായിരുന്നു. അപ്പൊ എങ്ങനെയും ഇവിടുത്തെ ലെഫ്റ്റിസ്റ്റ് ഭരണം ഇല്ലാതാക്കിയിട്ട് അവിടെ അമേരിക്കയ്ക്കൊക്കെ താല്പര്യമുള്ള പാവ ഗവൺമെന്റുകളെ കൊണ്ടുവരാൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് തന്നെ ഈ അതുകൊണ്ട് തന്നെ ഈ ഹ്യൂഗോ ഷാവേസിനെ നിക്കോളാസ് മഡൂരെ എങ്ങനെ അട്ടിമറിക്കാൻ വേണ്ടി അവർ അവിടെ ഒപ്പോസിഷൻ കാൻഡിഡേറ്റ്സിനെ പ്രോപ്പപ്പ് ചെയ്ത് കൊണ്ടുവന്ന വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. എന്നിട്ട് ഈ വെനിസ്വേലയെ ഒരുപാട്
സാങ്ഷൻസ്, ഉപരോധങ്ങൾ, ഇപ്പൊ റഷ്യക്കെതിരെയൊക്കെ ഏർപ്പെടുത്തിയേക്കുന്ന ഉപരോധങ്ങൾ ഏർപ്പെടുത്തി ബുദ്ധിമുട്ടിക്കുകയാണ്. അവിടുത്തെ ആൾക്കാർ ഇപ്പൊ വലിയ പോവർട്ടിയിലാണ്. അവർ ഭയങ്കര ഓയിൽ റിച്ച് നേഷൻ ആണ്. ഇന്ത്യ വരെ അവരെ ഓയിൽ വാങ്ങിക്കൊണ്ടിരുന്നതാണ്. ബട്ട് നൗ Venezuela cannot sell their oil freely in the world. That's the biggest problem they are facing. Their biggest resource, the oil, that cannot be sold to all the nations freely by Venezuela. That's why their economy is contracting, and people are falling into poverty. Millions of people are falling into poverty. അതുകൊണ്ട് തന്നെ വെനസ്വേലയിലെ ഒരുപാട് ആൾക്കാർ വെനസ്വേലയിൽ നിന്ന് എസ്കേപ്പ് ചെയ്ത് പോവുകയാണ്. മില്യൺസ് ഓഫ് ആൾക്കാർ. അതിന്റെ കണക്ക് ഗതി പറയുന്നുണ്ട്. പക്ഷെ അതിന്റെ കൂടെ നിക്കോളാസ് മഡൂരോ അദ്ദേഹത്തിന്റെ ഭരണം നിലനിർത്താൻ വേണ്ടിയിട്ട് ഒരുപാട് ഏകപക്ഷീയമായിട്ടുള്ള ഡിക്റ്റേറ്റർ പോലെ ഒരുപാട് തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. ഇപ്പൊ നടന്ന ഇലക്ഷനിൽ അദ്ദേഹത്തിന്റെ ഒപ്പോസിഷൻ കാൻഡിഡേറ്റ് ആണ് വിൻ ചെയ്തതെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ അവിടെ ഇലക്ഷൻ കമ്മീഷൻ ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ കൈപ്പിടിയിലാണ്, കോടതികൾ അദ്ദേഹത്തിന്റെ കൈപ്പിടിയിലാണ്. അപ്പോ ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ അദ്ദേഹം ഏതാണ്ട് 8% വോട്ട് കൂടുതൽ നേടി വിജയിച്ചതായിട്ടാണ്. പക്ഷെ ഒരു കാരണവശാലും മഡൂരോ അവിടെ വിജയിക്കത്തില്ല. കാര്യം ഇന്ത്യ എന്നുള്ള രാജ്യം എടുത്തു നോക്കി, ഇവിടുത്തെ ഭരണം ഭയങ്കര മോശമാണെങ്കിൽ ഇവിടുത്തെ ആൾക്കാർ ഇവിടുത്തെ ഗവൺമെന്റിന് വോട്ട് ചെയ്യോ? ഇല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും തോൽക്കാനാണ് സാധ്യത ഗവൺമെന്റ്. അപ്പം നിക്കോളാസ് മഡൂരോയുടെ ഭരണം ഭയങ്കര മോശമാണ്. ഭരണം ഒരുപക്ഷെ മോശമായതായിരിക്കത്തില്ല, പക്ഷെ അയാളെ ഗവൺമെന്റിന് ഫണ്ട് കിട്ടണ്ടേ? ഓയിൽ പോലും വിൽക്കാൻ പറ്റുന്നില്ല. ആളുകളെല്ലാം പോവർട്ടിയിൽ. സ്ത്രീകള് അവരുടെ ശരീരം വിറ്റാണ് പലപ്പോഴും കുടുംബം പോറ്റുന്നത്. കാര്യം ഇതിന്റെ ചില യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ടുണ്ട്. അവിടെ ഓപ്പൺലി പെൺപിള്ളേർക്ക് ഇറങ്ങി പ്രോസ്റ്റിറ്റ്യൂഷൻ ഒക്കെ ചെയ്ത് എന്നിട്ടാണ് അവർ പൈസ കണ്ടെത്തുന്നത്. അത്തരം ഒരു സാഹചര്യത്തിൽ അവിടെ ഭരിക്കുന്ന ഭരണാധികാരി ജയിക്കുന്ന പറഞ്ഞാൽ അതിശയമാണ്. അപ്പൊ അത് ഇലക്ഷനിൽ റിഗ്ഗിങ് നടത്തി തന്നെയാണ്. പക്ഷേ ഈ ഇലക്ഷൻ റിസൾട്ട് ജനങ്ങളുടെ വെർഡിക്റ്റിൽ നിന്ന് അംഗീകരിക്കാൻ തയ്യാറാവാതെ നിക്കോളാസ് മഡൂരോ ഇപ്പോ ഒപ്പോസിഷൻ കാൻഡിഡേറ്റ്സിനെ പിടിച്ച് ജയിലിടാൻ തുടങ്ങിയാണ്. അതുപോലെ ഈ അർജന്റീന ഭരിക്കുന്നത് ജാവിയർ മിലേയി എന്ന് പറഞ്ഞ ഭരണാധികാരിയാണ്. അദ്ദേഹത്തിന് ലെഫ്റ്റിസ്റ്റുകളെ ഇഷ്ടമല്ല, ജാവിയർ മിലേയിക്ക്. അപ്പൊ അതുകൊണ്ട് അർജന്റീനയുടെ എംബസിയിൽ ഈ ഒപ്പോസിഷനിലെ പല ആൾക്കാർക്കും ഷെൽട്ടറൊക്കെ കൊടുത്തു. അങ്ങനെ അർജന്റീനയിലെ എംബസിയിലുള്ള ആൾക്കാരെയൊക്കെ അങ്ങനെ അവിടെ നിന്ന് നാട് കടത്തി ഈ നിക്കോളാസ് മഡൂരോ. അങ്ങനെ ആകെ വിഷയമാണ്. ഈവൻ ഈ സൗത്ത് അമേരിക്കയിലെ ലെഫ്റ്റിസ്റ്റ് നേഷൻസ് ആയ ചിലി, പെറു, ബ്രസീലൊക്കെ പോലുള്ള രാജ്യങ്ങൾ പോലും ഇപ്പോൾ നിക്കോളാസ് മഡൂരോയുടെ ഈ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസിൽ അവർ ഡിസപ്പോയിന്റഡ് ആണ്. അപ്പൊ അതൊക്കെയാണ് ഈ എഡിറ്റോറിയൽ പറഞ്ഞിരിക്കുന്നത്, രണ്ടാമത്തെ എഡിറ്റോറിയൽ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാ, ഇൻസ്റ്റബിലിറ്റി ആൻഡ് അൺസർട്ടനിറ്റി സ്റ്റാക്ക് ബംഗ്ലാദേശ് എന്നും പറഞ്ഞ് പഴയ ഇപ്പോഴത്തെ ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറായ അജിത് ഡോവലിന്റെ ചെയറിൽ പണ്ടിരുന്നിട്ടുള്ള ആളാണ് MK നാരായണൻ. ഹിസ് ഫോമർ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ. അപ്പൊ അദ്ദേഹത്തിന്റെ ബംഗ്ലാദേശിലെ ക്രൈസിസിനെ കുറിച്ചുള്ള ഒരു പെർസ്പെക്റ്റീവ് ആണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ബംഗ്ലാദേശിൽ ഇനിയിപ്പോ അമേരിക്കയുടെയും ചൈനയുടെയൊക്കെ ഇടപെടലുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നും ഇന്ത്യക്ക് വലിയ സ്വാധീനമുള്ള ഒരു ഗവൺമെന്റ് ആയിരുന്നു ഷെയ്ഖ് ഹസീനയുടെ ഗവൺമെന്റ്. പക്ഷേ ഇനിയുള്ള ഗവൺമെന്റിൽ അത്രയും സ്വാധീനം ഇന്ത്യക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യത്തിൽ ഡൗട്ട് ഉണ്ടെന്നും ഒരു സ്റ്റുഡന്റ് പ്രൊട്ടസ്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത ഈ അജിറ്റേഷൻ മറ്റ് ഒപ്പോസിഷൻ പാർട്ടീസ് ഹൈജാക്ക് ചെയ്യാൻ സാധ്യതയുണ്ടെന്നും ലോകത്തിൽ ഒരു രാജ്യത്തും സ്റ്റുഡന്റ് പ്രൊട്ടസ്റ്റ് വഴി വന്നിട്ടുള്ള മാറ്റങ്ങളിൽ പിന്നീട് സ്റ്റുഡൻസിന് അവരുടെ മേധാവിത്വം നിലനിർത്താൻ പറ്റാതെ പോയെന്നും. ഇപ്പൊ ഏത് രാജ്യം എടുത്തൊക്കെയാണെങ്കിൽ സ്റ്റുഡന്റ് പ്രൊട്ടസ്റ്റ് കൂടെ പല രാജ്യങ്ങളിലും ഭരണമാറ്റം വന്നിട്ടുണ്ട്. അതാണ് ഇപ്പൊ ബംഗ്ലാദേശിലും. പക്ഷെ മറ്റ് രാജ്യങ്ങളിൽ ഒന്നിലും ഈ സ്റ്റുഡന്റ് പ്രൊട്ടസ്റ്റ് കൂടെയാണ് ഈ ഭരണമാറ്റം വരുന്നതെങ്കിലും ആ സ്റ്റുഡൻസിന് പിന്നെ അവിടെ മേധാവിത്വം നഷ്ടപ്പെടുകയും പിന്നെ മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ അത് ഏറ്റെടുക്കുകയും പിന്നെ അവരവരുടെ ആന്റി ഡെമോക്രാറ്റിക് ആയിട്ടുള്ള പല കാര്യങ്ങളും അവിടെ നടപ്പാക്കുകയും ചെയ്യുന്നതാണ് കണ്ടിട്ടുള്ളത്. ഇത് തന്നെ ബംഗ്ലാദേശിലും വരാൻ സാധ്യതയുണ്ട്. ഈവൻ ഇപ്പോഴത്തെ അവിടുത്തെ കെയർ ടേക്കർ ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന മുഹമ്മദ് യൂനുസിന് പോലും ഭാവിയിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈവൻ ബംഗ്ലാദേശിൽ പണ്ട് പട്ടാളം പലപ്പോഴും ഡെമോക്രസിയെ അട്ടിമറിച്ചുകൊണ്ട് ഭരണം പിടിച്ചെടുത്ത സാഹചര്യമുണ്ട്. വേണമെങ്കിൽ അത്തരത്തിലും ബംഗ്ലാദേശിൽ സംഭവിക്കാം. അവിടുത്തെ മൈനോറിറ്റീസിനൊക്കെ വലിയ പ്രോബ്ലം സംഭവിക്കാം. അങ്ങനെയൊക്കെ ആണ് ഈ ആർട്ടിക്കിളിൽ പറഞ്ഞത്. നമ്മളത് പലപ്പോഴും ഡിസ്കസ് ചെയ്തിട്ടുള്ള വിഷയം തന്നെയാണ്. ഇനി അതിനടുത്ത പേജിൽ പോകുമ്പോൾ ഇന്ത്യ ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രോബ്ലത്തിനെ കുറിച്ച്, ഇന്ത്യ മാത്രമല്ല ലോകത്തിലെ പല രാജ്യങ്ങളിൽ ഈ പ്രോബ്ലം ഉണ്ട്. ഈ സിക്കിൾ സെൽ അനീമിയ എന്ന് പറഞ്ഞൊരു പ്രശ്നമുണ്ട്. സിക്കിൾ സെൽ അനീമിയ അതായത് അതൊരു ഹെറിഡിറ്ററി കണ്ടീഷനാണ്. അപ്പൊ ആ സിക്കിൾ സെൽ അനീമിയ ബാധിച്ച രോഗികള് 40 വയസ്സ് വരെയൊക്കെ മാക്സിമം ജീവിച്ചിരിക്കുള്ളൂ എന്നാണ് ഇതിൽ പറഞ്ഞേക്കുന്നത് ആവറേജ് ലെവലില്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് മാത്രമല്ല ഇത് ഹെറിഡിറ്ററി ആണ്. അപ്പൊ അതുകൊണ്ട് ഈ സിക്കിൾ സെൽ അനീമിയ ബാധിച്ച 10 ലക്ഷത്തോളം ആൾക്കാർ ഇന്ത്യയിലുണ്ട്. 1 മില്യണുള്ള ആൾക്കാർ. ലോകത്ത് സിക്കിൾ സെൽ അനീമിയ ഏറ്റവും കൂടുതലുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കര സോഷ്യൽ സ്റ്റിഗ്മ കാണത്തില്ല, സംശയമുള്ള കാര്യമാണ്. കാര്യം എന്താണ്, ഇപ്പം 2 പേരൻസിന് ഉണ്ടായ ഒരു കുട്ടിക്ക്
സിക്കിൾ സെൽ അനീമിയ ഉണ്ടെന്നുണ്ടെങ്കിൽ ഭാവിയിൽ ആ പേരൻസ് ഉൾപ്പെടെ നാട്ടിൽ ഒരു പ്രത്യേകിച്ച് നമ്മളെ വിവരം കുറഞ്ഞ സംസ്ഥാനങ്ങളിലൊക്കെ ഭയങ്കരമായിട്ടുള്ള സോഷ്യൽ സ്റ്റിഗ്മ ഫേസ് ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്, ഭാവിയിൽ അവരുമായിട്ട് ഒരു കോണ്ടാക്ടിനും പല ഫാമിലികളും തയ്യാറാവത്തില്ല, ഇവരുമായിട്ട് മാരേജിന് തയ്യാറാവത്തില്ല. കാരണം ഹെറിഡിറ്ററി ആയിട്ട് ഭാവിയിൽ മറ്റുള്ളവർക്കും ഈ പ്രശ്നം ഉണ്ടാവും, ഭാവിയിൽ ഉണ്ടാകുന്ന കുട്ടികളിലൊക്കെ ഒന്ന് പേടിച്ചിട്ട്. അതുകൊണ്ട് തന്നെ ഈ സിക്കിൾ സെൽ അനീമിയ രോഗികൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം, ഇവർക്ക് ഇതാണെന്ന് കണ്ടെത്തിയാലും ഇവർ ട്രീറ്റ്മെന്റ് ഒന്നും എടുക്കൂല. കാര്യം എന്താണ്, ഇത് പുറം ലോകം അറിഞ്ഞു കഴിഞ്ഞാൽ അവർ ആ നാട്ടിൽ ഫേസ് ചെയ്യേണ്ടി വരുന്ന പ്രോബ്ലം. പിന്നെ ഇതിന്റെ പ്രോപ്പർ ഡയഗ്നോസിസിന് പോലും ആൾക്കാർ നിന്നൊടുക്കാത്ത അവസ്ഥയാണ്. കാര്യം ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ അവരെ സോഷ്യലി ഒറ്റപ്പെടുത്തുന്നത് പേടിച്ചിട്ട്. പിന്നെ ഇതിന്റെ മെഡിസിൻസ് ഒക്കെ ഭയങ്കര കോസ്റ്റ്ലി ആണ്. പക്ഷേ അതിലൊരു മെഡിസിന്റെ കാര്യം ഹൈഡ്രോക്സി യൂറിയ എന്ന് പറയുന്ന മെഡിസിൻ ഉണ്ട്. അതൊക്കെ ഗവൺമെന്റ് ഇപ്പൊ ഭയങ്കര അഫോർഡബിൾ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഗവൺമെന്റ് ഒരു മിഷനും സ്റ്റാർട്ട് ചെയ്തു സിക്കിൾ സെൽ അനീമിയ ഇന്ത്യയിൽ തുടച്ചു നീക്കാൻ വേണ്ടി. ആ മിഷന്റെ പേര് നാഷണൽ സിക്കിൾ സെൽ അനീമിയ എലിമിനേഷൻ മിഷൻ എന്നാണ്. നാഷണൽ സിക്കിൾ സെൽ അനീമിയ എലിമിനേഷൻ മിഷൻ. അത് 2047 കൂടി ഇന്ത്യയിൽ സിക്കിൾ സെൽ അനീമിയ ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പൊ അതിനെ കുറിച്ച് കുറെ കാര്യങ്ങളാണ് ഈ പറഞ്ഞേക്കുന്നത്. പിന്നെ ഞാൻ ഇന്നലെ നിങ്ങളുടെ പറഞ്ഞ ചെസ് ഒളിമ്പിയാഡ് ബുഡാപെസ്റ്റ് എവിടെയാണ്? ഹംഗറിയുടെ ക്യാപിറ്റലാണ് ബുഡാപെസ്റ്റ്. ഹംഗറിയുടെ ക്യാപിറ്റലായ ബുഡാപെസ്റ്റിൽ ചെസ് ഒളിമ്പിയാഡ് നടക്കുന്നു ഇപ്പം. അതിൽ ഇന്ത്യ എല്ലാ തവണത്തെക്കാളും വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഇപ്പൊ പങ്കെടുക്കുന്ന. കാര്യം പങ്കെടുക്കുന്ന താരങ്ങളുടെ റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ ഇപ്പോ അവിടെ ബുഡാപെസ്റ്റിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങളിൽ US മാത്രമാണ് ഇന്ത്യക്ക് മുന്നിലുള്ളത്. ബാക്കി ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ള താരങ്ങളൊക്കെ പങ്കെടുക്കുന്ന ഇന്ത്യ എന്നാണ്. മുമ്പ് ഇതല്ലായിരുന്നു അവസ്ഥ. ഒരു സമയത്ത് ഇന്ത്യക്ക് ആരുമില്ലാതിരുന്ന സമയം ഉണ്ട്. പിന്നെ വിശ്വനാഥൻ ആനന്ദ് വരുന്നു. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ചെസ് സൂപ്പർ പവേഴ്സിൽ ഒന്നായി ഇന്ത്യ മാറുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പം ബുഡാപെസ്റ്റ്, ഹംഗറിയുടെ ക്യാപിറ്റലായ ബുഡാപെസ്റ്റിൽ നടക്കുന്ന ഈ ചെസ് ഒളിമ്പിയാഡിൽ ഇന്ത്യക്ക് വലിയ പ്രതീക്ഷയുണ്ട്. അതിനെ കുറിച്ചാണ്. പിന്നെ അതൊന്നും വേണ്ട. അതിനടുത്ത പേജിലേക്ക് പോകുമ്പോ ഇതിൽ ആകെപ്പാടെ നമുക്ക് ആവശ്യമുള്ള ഒരു ന്യൂസ് ഈ ന്യൂസ് ആണ്. ഡെവലപ്ഡ് ബോർഡർ ഏരിയാസ് ആക്ട് ആസ് ഡിറ്ററൻസ് ടു അഡ്വേഴ്സറീസ് ക്ലെയിംസ് എന്ന് പറഞ്ഞൊരു ന്യൂസ് ഉണ്ട്. അതിൽ ഈ നിൽക്കുന്നത് ഇന്ത്യയുടെ ആർമി ചീഫാണ്. ഇന്ത്യയുടെ ആർമി ചീഫിന്റെ പേര് ഉപേന്ദ്ര ദ്വിവേദി എന്നാണ്. ആർമി ചീഫ് ഉപേന്ദ്ര ദ്വിവേദിയാണ് ഇന്ത്യയുടെ ആർമി ചീഫ്. തൊട്ടിപ്പുറത്ത് നിൽക്കുന്ന രാജ്നാഥ് സിംഗ്, ഇന്ത്യൻ ഡിഫൻസ് മിനിസ്റ്റർ. അദ്ദേഹം ഇതിന്റെ അകത്ത് മെയിൻലി ഡിസ്കസ് ചെയ്യുന്നത് വൈബ്രന്റ് വില്ലേജ് പ്രോഗ്രാമിനെ കുറിച്ചാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു സ്കീമാണ്. സ്കീമുകളെല്ലാം നമ്മൾ പഠിച്ചു വെച്ചേക്കണം. വൈബ്രന്റ് വില്ലേജ് സ്കീം എന്താണെന്ന് ഇവിടെ പറയുന്നുണ്ട്. The Union government has approved the Vibrant Village Program for Development of Border Villages, a centrally sponsored scheme on February 15, 2023. Feb 15, 2023 സ്കീം വരുന്നത് ബോർഡർ വില്ലേജസിന്റെ ഡെവലപ്മെന്റ് ആണ് ഇത് ആഗ്രഹിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ട് 4800 crores ആണ് മാറ്റിവെച്ചേക്കുന്നത് ബഡ്ജറ്റില്. 2967 വില്ലേജസിനെയാണ് ഇതുവഴി ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അത് ചൈനയും നേപ്പാളിനെയും ബോർഡർ ചെയ്യുന്ന വില്ലേജസ് ആണ്. പാകിസ്ഥാനായിട്ട് ബോർഡർ ഉള്ള വില്ലേജസ് അല്ല. ചൈനയും നേപ്പാളിനെയും ബോർഡർ ചെയ്യുന്ന വില്ലേജസ് സെലക്ട് ചെയ്യുന്ന അരുണാചൽ പ്രദേശിലും ഹിമാചൽ പ്രദേശിലും സിക്കിമിലും ഉത്തരാഖണ്ഡിലും യൂണിയൻ ടെറിട്ടറി ഓഫ് ലഡാക്കിലുമായിട്ടാണ് ഈ വില്ലേജസ് കിടക്കുന്നത്. അരുണാചൽ പ്രദേശ്, ഹിമാചൽ പ്രദേശ്, സിക്കിം, ഉത്തരാഖണ്ഡ് ആൻഡ് യൂണിയൻ ടെറിട്ടറി ഓഫ് ലഡാക്ക്. അപ്പം അത്രയും പ്രദേശങ്ങൾ കിടക്കുന്ന നേപ്പാളുമായിട്ടും ചൈനയുമായിട്ടും ബോർഡർ ചെയ്യുന്ന 2967 വില്ലേജസ് 4800 crore സ്റ്റാർട്ട് ചെയ്ത February 15, 2023. എന്താണ് ഉദ്ദേശം? ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്. അങ്ങനെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്ത് എല്ലാ രീതിയിലും എന്നിട്ട് അതിനെ ടൂറിസം സ്പോട്ടുകളായിട്ട് ഡെവലപ്പ് ചെയ്യുക. അതാണ് ഇതിന്റെ ഉദ്ദേശം. ഓക്കെ, അപ്പം വൈബ്രന്റ് വില്ലേജ് പ്രോഗ്രാം എന്ന് അറിഞ്ഞിരിക്കാം. ഇനി നെക്സ്റ്റ് പേജ് പോകുമ്പോൾ ഈ പേജ് ഫുള്ള് എല്ലാ ദിവസത്തെയും പോലെ ഇലക്ഷനെ കുറിച്ചാണ്. ഹരിയാനയിലെ, ജമ്മു ആൻഡ് കാശ്മീരിലെ ഇലക്ഷനിൽ BJPയുടെയും കോൺഗ്രസിന്റെയും അവിടുത്തെ റീജിയണൽ പാർട്ടീസിന്റെയും ഒക്കെ സ്ട്രാറ്റജീസിനെ കുറിച്ചാണ് നമുക്ക് വേണ്ട. അതിനടുത്ത പേജിൽ പോകുമ്പോൾ മദ്രസാസ് അൺഫിറ്റ് ഫോർ പ്രോപ്പർ എഡ്യൂക്കേഷൻ NCPCR ടെൽ സുപ്രീം കോർട്ട്. NCPCR എന്താണെന്ന് അറിഞ്ഞിരിക്കുക. കുട്ടികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള സെൻട്രൽ ഗവൺമെന്റിന്റെ ബോഡിയാണ് NCPCR, നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്. നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് കുട്ടികൾക്ക് വേണ്ടി മാത്രമാണ്. നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ സ്ത്രീകൾക്കല്ലേ നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ. അതുപോലെയാണ് നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് കുട്ടികൾക്ക് വേണ്ടിയിട്ട്. പ്രിയങ്ക് കനുങ്കോ എന്നാണ് ഇതിന്റെ ചീഫിന്റെ പേര്. പ്രിയങ്ക് കനുങ്കോ. അദ്ദേഹം ആയിരുന്നു, മാറിയിട്ടുണ്ടോ നോക്കണം. പ്രിയങ്ക് കനുങ്കോ.
NCPHCR പറഞ്ഞേക്കുന്നത് മദ്രസകൾ വഴിയുള്ള പഠനം കുട്ടികൾക്ക് ഒരു വിധത്തിലും നല്ലതല്ല. മദ്രസാസ് കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കാൻ അൺഫിറ്റ് ആണെന്നാണ്. മതപഠനം കൊടുക്കുന്നതിലല്ല, മതപഠനം കൊടുക്കാം. അതല്ലാത്ത സയൻസ് ഒക്കെ മദ്രസകളിൽ പഠിപ്പിക്കുന്നുണ്ട്, പക്ഷെ അത് പ്രോപ്പറായിട്ട് പഠിപ്പിക്കുന്നില്ല. മതപഠനത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. NCERTസിലെ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ അവരവിടെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അത് മര്യാദയ്ക്ക് പഠിപ്പിക്കുന്നില്ല എന്നാണ് അവരുടെ കണ്ടെത്തൽ. ഞാൻ നേരത്തെ പറഞ്ഞ CAGയെ കുറിച്ചുള്ള ന്യൂസ് ഇവിടെ ഉണ്ട്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ അവർ നടത്തിയ ഒരു ഓഡിറ്റിംഗിന്റെ കാര്യമാണ് അവിടെ പറഞ്ഞേക്കുന്നത്. CAG ഇപ്പൊ ഗിരീഷ് ചന്ദ്ര മർമു ആണ്. പിന്നെ നാഡയെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്, അറിഞ്ഞിരിക്കുക. നാഡ, നാഷണൽ ആന്റി ഡോപ്പിംഗ് ഏജൻസി, അതായത് സ്പോർട്സിൽ പെർഫോമൻസ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റിമുലൻസ് അല്ലെങ്കിൽ ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന പരിപാടിയാണ് ഡോപ്പിംഗ് എന്ന് പറയുന്നത്. ഡ്രഗ്സ് യൂസ് ചെയ്യുന്നതിന് അങ്ങനെ യൂസ് ചെയ്യുന്നത് കണ്ടാൽ അവരെ ബാൻ ചെയ്യുന്നത് ഇന്ത്യയിൽ നാഡയാണ്, നാഷണൽ ആന്റി ഡോപ്പിംഗ് ഏജൻസി. വേൾഡിലാണെങ്കിൽ അത് WADA ആണ്, വേൾഡ് ആന്റി ഡോപ്പിംഗ് ഏജൻസി. പിന്നെ പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന എന്ന് പറഞ്ഞൊരു സ്കീമുണ്ട്. പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന ഇന്ത്യയിലെ റൂറൽ ഏരിയാസിൽ റോഡുകൾ കൺസ്ട്രക്ട് ചെയ്ത്, ഓൾ വെതർ റോഡ്സ് കൺസ്ട്രക്ട് ചെയ്ത് അവരെ ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളുമായിട്ട് ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന. വാജ്പേയിയുടെ പീരീഡ് സ്റ്റാർട്ട് ചെയ്തത്, ഇത്രയും വർഷമായിട്ട് അത് കംപ്ലീറ്റ് ആയിട്ടില്ല. ഇപ്പം 62,000 കിലോമീറ്റേഴ്സ് ഓഫ് റൂറൽ റോഡ്സ് കൺസ്ട്രക്ട് ചെയ്യാൻ ആ സ്കീമിന്റെ അണ്ടറിൽ തീരുമാനിച്ചിരിക്കുകയാണ്. പുതുതായിട്ട് വീണ്ടും 62,000 കിലോമീറ്റേഴ്സ് ഓഫ് റൂറൽ റോഡ്സ് അണ്ടർ പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന ഇന്നലെ തീരുമാനിച്ച കാര്യമാണ്. അപ്പോ ഈ സ്കീമിന് വേണ്ടി മാത്രം 70,125 ക്രോഡ്സ് ആണ് മൊത്തത്തിൽ വേണ്ടത്. 70,125 ക്രോഡ്സ് ഈ വർഷം വേണ്ടത്. പിന്നെ മിഷൻ മൗസം എന്ന് പറയുന്ന ഒരു സ്കീം ഇന്നലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സ്റ്റാർട്ട് ചെയ്തു, അതും പഠിച്ചു വെച്ചേക്ക്. ഇന്നലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 2-3 സ്കീംസ് പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഭാഗത്തെ പേജിൽ വേറൊരു സ്കീം ഉണ്ട്, അത് ഞാൻ പറയാം. മിഷൻ മൗസം പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും, കാലാവസ്ഥയായിട്ട്, മൗസം എന്ന് പറയുന്ന കാലാവസ്ഥയാണ്, കാലാവസ്ഥയായിട്ട് ബന്ധപ്പെട്ടാണ്. ഈ സ്കീമിന് 2,000 crore ആണ് മാറ്റി വെച്ചേക്കുന്നത്. 2,000 crore എത്രയാണ് മാറ്റി വെച്ചത് പഠിക്കുക. 2,000 crore ഏത് മിനിസ്ട്രി ആണെന്ന് പഠിക്കുക. മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസസ്. മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസസ് ആണ് ആ സ്കീം നടപ്പാക്കുന്നത്. മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസസ്. അപ്പൊ അതിന്റെ ഉദ്ദേശ്യം ഇന്ത്യയുടെ വെതർ മോണിറ്ററിംഗ് കൂടുതൽ ഇംപ്രൂവ് ചെയ്യുക, ആ മേഖലയിൽ കൂടുതലായിട്ട് എന്താ പറയുന്ന ഇൻവെസ്റ്റ്മെന്റ് നടത്തുക, അതിനുവേണ്ടിയിട്ടാണ് മിഷൻ മൗസം. പിന്നെ വഖഫ് ബില്ലിനെ കുറിച്ചുള്ള JPC ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ സ്റ്റഡി നടന്നുകൊണ്ടിരിക്കുകയാണ്. വഖഫ് ബിൽ എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വഖഫ് അമെന്റ്മെന്റ് ബിൽ 2024. വഖഫ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങള് അവര് റിലീജിയസ് പർപ്പസിന് വേണ്ടി ദാനം ചെയ്യുന്ന ലാൻഡിനാണ് വഖഫ് ലാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ വഖഫ് ലാൻഡിന്റെ അഡ്മിനിസ്ട്രേഷനായിട്ട് ബന്ധപ്പെട്ട ഒരു പുതിയ നിയമമാണ് വഖഫ് അമെന്റ്മെന്റ് ബിൽ 2024. അത് കുറച്ച് വിവാദമായി, അതുകൊണ്ട് JPC ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി അതിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഗ്രീൻ എനർജി പ്രോജക്ട്സിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. ഗ്രീൻ എനർജി എന്ന് പറയുന്നത് ഈ സോളാർ, വിൻഡ്, ടൈഡൽ, അതുപോലുള്ള ബയോമാസ്, ഹൈഡ്രജൻ, അതൊക്കെ ഉപയോഗിച്ചുള്ള എനർജി പ്രൊഡക്ഷനാണ് റിന്യൂവബിൾ എനർജി പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പം അതിന് ആണ് ഗ്രീൻ എനർജി എന്ന് പറയുന്നത്. അത് എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആയതുകൊണ്ടാണ് അതിന്റെ ഗ്രീൻ എനർജി എന്ന് പറയുന്നത്. റിന്യൂവബിൾ എനർജി ആയിട്ട് ബന്ധപ്പെട്ട ഒരു സമ്മിറ്റ് ഇപ്പൊ നടക്കാൻ പോയാണ്. റീ ഇൻവെസ്റ്റ്മെന്റ് സമ്മിറ്റ് എന്നാണ് അതിന്റെ പേര്. റീ ഇൻവെസ്റ്റ്മെന്റ് സമ്മിറ്റ്. അത് നടക്കാൻ പോണം ഗുജറാത്തിലെ ഗാന്ധി നഗറിലാണ്. റിന്യൂവബിൾ എനർജി ആയിട്ട് ബന്ധപ്പെട്ട ഇൻവെസ്റ്റ്മെന്റ് സമ്മിറ്റ് ആണ് റീ ഇൻവെസ്റ്റ്മെന്റ് സമ്മിറ്റ് എന്ന് പറയുന്നത്. അത് നടക്കുന്നത് ഗുജറാത്തിലെ ഗാന്ധി നഗറിലാണ്. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി അടുത്ത ആഴ്ച ഇത് ഇനോഗ്രേറ്റ് ചെയ്യുക. അപ്പൊ അത് ഇനോഗ്രേറ്റ് ചെയ്യുന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. റിന്യൂവബിൾ എനർജിയുടെ മിനിസ്റ്റർ ആരാണെന്ന് വെച്ചാൽ പ്രഹ്ലാദ് ജോഷിയാണ്. പ്രഹ്ലാദ് എന്നാണ് അതിന്റെ പേര്. പ്രഹ്ലാദ് ജോഷി, റിന്യൂവബിൾ എനർജിയുടെ മിനിസ്റ്റർ. ഇത്രയാണ് ആ പേജിലുള്ളത്. അതിന്റെ അടുത്ത പേജിൽ പോകുമ്പോൾ ഞാൻ ഇവിടെയാണ് പറഞ്ഞത് നമുക്കൊരു പുതിയ സ്കീം സെൻട്രൽ ഗവൺമെന്റ് ഇന്നലെ സ്റ്റാർട്ട് ചെയ്ത. ആ സ്കീമിന്റെ പേര് PME ഡ്രൈവ് എന്നാണ്. ആ സ്കീമിന്റെ പേര് PME ഡ്രൈവ്. ഈ ഇട്ടൊരു ഹൈഫൻ ഇട്ടതിന് ശേഷം ഈ ഡ്രൈവ്, PME ഡ്രൈവ് എന്ന് പറഞ്ഞാൽ അതിന്റെ എക്സ്പാൻഷൻ പ്രധാനമന്ത്രി ഇലക്ട്രിക് ഡ്രൈവ് റെവല്യൂഷൻ ഇൻ ഇന്നോവേറ്റീവ് വെഹിക്കിൾ എൻഹാൻസ്മെന്റ്. അപ്പോ PME ഡ്രൈവ് എക്സ്പാൻഷൻ, അതിന്റെ അബ്രിവിയേഷൻ ആണ് എക്സ്പാൻഷൻ. പ്രധാനമന്ത്രി ഇലക്ട്രിക് ഡ്രൈവ് റെവല്യൂഷൻ ഇൻ ഇന്നോവേറ്റീവ് വെഹിക്കിൾ എൻഹാൻസ്മെന്റ്. പ്രധാനമന്ത്രി ഇലക്ട്രിക് ഡ്രൈവ് റെവല്യൂഷൻ ഇൻ ഇന്നോവേറ്റീവ് വെഹിക്കിൾ എൻഹാൻസ്മെന്റ്. അത് എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഈ സ്കീമിന്റെ ഫണ്ടിങ് 10,900 കോടിയാണ്. 10,900 crores. 10,900 കോടി. 10,900 crores. ഉദ്ദേശ്യം ഇന്ത്യയിലെ
കുറച്ച് സിറ്റികൾ 40 ലക്ഷത്തിൽ കൂടി പോപ്പുലേഷൻ ഉള്ള സിറ്റികൾ ഡൽഹി, മുംബൈ, കൊൽക്കത്ത, ചെന്നൈ, അഹമ്മദാബാദ്, സൂറത്ത്, ബാംഗ്ലൂർ, പൂനെ ആൻഡ് ഹൈദരാബാദ്. അങ്ങനെ 40 ലാക്സിൽ കൂടുതൽ പോപ്പുലേഷൻ ഉള്ള സിറ്റി, അതായത് കൊച്ചി, തിരുവനന്തപുരം ഒന്നും വരൂല. ആ സിറ്റീസിൽ ഈ ബസ്സസ് 10-15,000 ഈ ബസ്സസ്, ഇലക്ട്രിക് ബസ്സസ് ഇറക്കുക. അതൊരു ലക്ഷ്യം. അതുപോലെ ഇന്ത്യയിൽ പലരും ഇലക്ട്രിക് കാറുകളൊന്നും വാങ്ങാത്തതിന്റെ കാരണം EV ചാർജിംഗ് സ്റ്റേഷൻസിന്റെ കുറവുകൊണ്ടാണ്. ഇന്ത്യയിൽ ഉടനീളം 72,000 ചാർജിംഗ് സ്റ്റേഷൻസ് സ്ഥാപിക്കുക. അപ്പോ ഇന്ത്യയിൽ ഉടനീളം 72,000 72,000 ചാർജിംഗ് സ്റ്റേഷൻസ് സ്ഥാപിക്കുക. 10-15,000 ഇലക്ട്രിക് ബസ്സുകൾ 40 ലക്ഷത്തിൽ കൂടുതൽ പോപ്പുലേഷനുള്ള ഇന്ത്യയിലെ സിറ്റികളിൽ ഇറക്കുക. അപ്പം അതിനൊക്കെ വേണ്ടിയാണ് ഈ സ്കീം എന്ന് പറഞ്ഞാൽ PM E-Drive. അതിന്റെ എക്സ്പാൻഷൻ ഞാൻ പറഞ്ഞു. അതിന്റെ ഫണ്ടിങ് എത്ര? 10,900 കോടി. അപ്പം എക്സ്പാൻഷൻ PM ഇലക്ട്രിക് ഡ്രൈവ് റെവല്യൂഷൻ ഇൻ ഇന്നോവേറ്റീവ് വെഹിക്കിൾ എൻഹാൻസ്മെന്റ് എന്നാണ്. പിന്നെ വേറെ ന്യൂസുകൾ ഇവിടെ നമുക്ക് ആവശ്യമുള്ളത് വേറെ ന്യൂസുകൾ നമുക്കിവിടെ ബിസിനസ് പേജിൽ അങ്ങനെ ആവശ്യമുള്ള ന്യൂസുകളില്ല. നമുക്ക് അതിന്റെ അടുത്ത പേജ് പോകുമ്പോൾ ഇന്റർനാഷണൽ പേജില് എല്ലാ ദിവസത്തെയും പോലെ ശ്രീലങ്കയിൽ ഇലക്ഷനെ കുറിച്ച് ന്യൂസ് ഉണ്ട്. പിന്നെ ഇസ്രായേൽ ഹമാസ് യുദ്ധം, അമേരിക്കയിൽ ഇലക്ഷൻ അടുത്ത മാസമാണ്, നവംബറിലാണ്. നമുക്ക് പഠിക്കാൻ ഒരു കാര്യമുണ്ട്. മെക്സിക്കോ ബിക്കംസ് ഫസ്റ്റ് കൺട്രി ടു അപ്രൂവ് പോപ്പുലർ ഇലക്ഷൻ ഓഫ് ജഡ്ജസ്. അതായത് ആ രാജ്യത്തെ ജഡ്ജിമാരെ ഇനി തൊട്ട് ഇലക്ഷനിൽ കൂടെ ആയിരിക്കും തീരുമാനിക്കുന്നത്. ജഡ്ജിമാരാ അങ്ങനെ ജനങ്ങൾ ഇലക്ട് ചെയ്യുന്ന ജഡ്ജിമാരുണ്ടാവുന്ന ലോകത്തിലെ ആദ്യത്തെ രാജ്യമായി മെക്സിക്കോ മാറി. അമേരിക്കയുടെ തൊട്ടടുത്ത് ബോർഡറിൽ കിടക്കുന്ന രാജ്യമാണ് മെക്സിക്കോ. അപ്പൊ പൂർണ്ണമായിട്ടും ജനങ്ങളാണ് ഇനി മെക്സിക്കോയിലെ ജഡ്ജിമാരെ എലക്ട് ചെയ്യാൻ പോകണം. ഇന്ത്യയിൽ എങ്ങനെയാണോ? അല്ല. ഇന്ത്യയിൽ കൊളീജിയം സിസ്റ്റം എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിയിൽ 5 ജഡ്ജിമാരാണ് പുതിയ ജഡ്ജിമാരെ തീരുമാനിക്കുന്നത്. ഈ കൊളീജിയം സിസ്റ്റത്തിലുള്ളത് സുപ്രീം കോടതിയിലെ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള 5 ജഡ്ജിമാരാണ്. ഒരാൾ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആണ്. അപ്പൊ അത് തന്നെ ഒരു ഒപ്പേക് സിസ്റ്റം ആണ്. ലോകത്തെ പല രാജ്യങ്ങളിലും അങ്ങനെയല്ല. ജുഡീഷ്യറി പ്ലസ് ഗവൺമെന്റ് പ്ലസ് സിവിൽ സൊസൈറ്റി ഇവരെല്ലാവരും കൂടെ ചേർന്നാണ് തീരുമാനിക്കുന്നത്. പക്ഷേ മെക്സിക്കോയിൽ അങ്ങനെയല്ല. കംപ്ലീറ്റ്ലി ജനങ്ങൾക്ക് എലക്ട് ചെയ്യാം അവരുടെ ജഡ്ജിമാരെ. അതിലേക്ക് മാറാൻ പോയാണ്. മെക്സിക്കോയുടെ പ്രസിഡന്റ് ആൻഡ്രസ് മാനുവൽ ലോപ്പസ് ഒബ്രഡോർ ആണ്. പക്ഷെ ആ പേര് എഴുതി പഠിക്കേണ്ട കാര്യം, ഹീസ് ആൻ ഔട്ട് ഗോയിങ് പ്രസിഡന്റ്. ന്യൂ പ്രസിഡന്റ് വിൽ കം ആഫ്റ്റർ സം ടൈം. അറ്റ് ദാറ്റ് ടൈം ഹിസ് നെയിം വിൽ ബി there in newspapers. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇപ്പൊ ഇങ്ങനെ പുറത്താവുമ്പോഴാണ് ആൻഡ്രസ് മാനുവൽ ലോപ്പസ് ഒബ്രഡോർ. ഇതൊക്കെയാണ് ആ പേജിൽ നമുക്കുള്ളത്. പിന്നെ സ്പോർട്സ് പേജിലേക്ക് പോകുമ്പോൾ ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി ടൂർണമെന്റ് നടക്കുന്നു. അതിൽ ഇന്ത്യ എല്ലാ മാച്ചും ജയിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുക. അപ്പൊ അത് ഫൈനലി ആര് ജയിക്കും നമുക്ക് നോക്കാം. ചൈനയിൽ വെച്ചാണ് നടക്കുന്നത്. കഴിഞ്ഞ ഇന്ത്യയാണ് ജയിച്ചത്. ഇപ്രാവശ്യം ഇന്ത്യ ജയിക്കാനാണ് സാധ്യത. പിന്നെ ബുച്ചി ബാബു ക്രിക്കറ്റ് ടൂർണമെന്റ് ഹൈദരാബാദ് ജയിച്ചു. ബുച്ചി ബാബു ക്രിക്കറ്റ് ടൂർണമെന്റ് കഴിഞ്ഞ കുറച്ചു കാലം നടക്കുകയാണ്. ഞാൻ എപ്പോഴും പറഞ്ഞതാണ്, ജയിച്ചത് ഹൈദരാബാദ്. ദുലീപ് ട്രോഫി നടന്നുകൊണ്ടിരിക്കുന്നു. ചെസ് ഒളിമ്പ്യാഡ് ബുഡാപെസ്റ്റിൽ നടക്കുന്നു. അത് നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ഡേവിസ് കപ്പ് എന്താണ് നടന്നിരിക്കുന്നത്? ഡേവിസ് കപ്പ് പുരുഷന്മാരുടെ ടീം ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് ആണ് ഡേവിസ് കപ്പ്. മെയിൽ ടീം ടെന്നീസ് ചാമ്പ്യൻഷിപ്പ്. only male can participate in Davis Cup. That also as a team. ഇന്ത്യ, ചൈന അല്ലെങ്കിൽ USA അങ്ങനെ അതിൽ പങ്കെടുക്കാൻ പറ്റും. അല്ലാതെ നൊവാക് ഡോക്കോവിച്ച് എന്നും ആര്യാന സബലങ്ക എന്നും ജാനിക് സിൻഡർ എന്നും പറഞ്ഞ അതിൽ പങ്കെടുക്കാൻ പറ്റത്തില്ല. അതെല്ലാം ഇൻഡിവിജ്വൽസിന് പങ്കെടുക്കാൻ പറ്റുന്ന ടൂർണമെന്റിൽ അവർക്ക് പങ്കെടുക്കാൻ പറ്റും. ഡേവിസ് കപ്പ് മീൻസ് ദാറ്റ്സ് എ ടീം ഇവന്റ് only for male. അതാണ്. പിന്നെ ഫുട്ബോളിലെ ഒരു ടൂർണമെന്റ് ആണ് സുബ്രതോ കപ്പ്. ഫുട്ബോൾ ടൂർണമെന്റ് ആണ് സുബ്രതോ കപ്പ്. ഏതെങ്കിലും എക്സാമിനൊക്കെ ചോദിക്കാം സുബ്രതോ കപ്പ് ഈസ് റിലേറ്റഡ് ടു എന്ന്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ്. നാളെ ഒരു ദിവസം കൂടെ നമ്മൾ കറണ്ട് അഫയേഴ്സ് എടുക്കുകയുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഓണം കഴിഞ്ഞതിന് ശേഷം എടുക്കുകയുള്ളൂ. അടുത്ത വെനസ്ഡേ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ താങ്ക് യു വെരി മച്ച്.